അറിവ് പകർന്നു നൽകുന്നതിനോടൊപ്പം കവിതകളുടെയും എഴുത്തിന്റെയും ലോകത്ത് നിറസാന്നിധ്യമാവുകയാണ് നെടുങ്കണ്ടം സ്വദേശിയായ മേഴ്സി തോമസ് എന്ന അധ്യാപിക. റോസ് എന്ന തുലികാനാമത്തിൽ കവിതകൾ എഴുതുന്ന മേഴ്സി തോമസിന് ഇതിനകം നിരവധി പുരസ്കാരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. പച്ചടി പ്ലാത്തോട്ടത്തിൽ മേഴ്സി എന്ന അധ്യാപികയാണ് കവിതാരചനയിൽ തന്റേതായ ശൈലി ഒരുക്കുന്നത്. BA B.Ed യോഗ്യതയുള്ള മേഴ്സി രാജസ്ഥാനിലെ വിന്റർ ഗ്രീൻ പബ്ലിക് സ്കൂൾ ഉടമയും സ്കൂളിലെ അധ്യാപികയുമാണ്. 16 വർഷങ്ങൾക്ക് മുമ്പ് തന്റെ ജീവിതത്തിലുണ്ടായ വിഷമകരമായ സാഹചര്യത്തിൽ ആദ്യമായി ഒരു കവിത എഴുതി. തുടർന്ന് വർഷത്തിൽ 1-2 കവിതകൾ എഴുതുമായിരുന്ന മേഴ്സി 2 വർഷം മുമ്പ് കവിതാരചനയെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. 16 വർഷം മുമ്പ് ഔദ്യോഗിക ജീവിതത്തിലുണ്ടായ പ്രതിസന്ധി മൂലമാണ് നേരത്തെ വിഷമം കൊണ്ട് ഒരു കവിത എഴുതി ആദ്യമായിട്ട്. പക്ഷെ അത് പ്രസിദ്ധീകരിച്ചില്ല. പിന്നെ ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോൾ ഇടയ്ക്കൊക്കെ എഴുതുമായിരുന്നു. എനിക്ക് കവിതകളോട് ഇത്ര ഇഷ്ടം വന്നത് എൻ്റെ മലയാളം ടീച്ചറിന്റെ കവിതാലാപനം ഭയങ്കര രസമായിരുന്നു. അത് കേട്ട് അതിനോട് ആകൃഷ്ടയായിട്ടാണ് കവിത എഴുതാനുള്ള ഒരു മോഹം തുടങ്ങിയത്. പിന്നെ ഞാൻ 10 വർഷമായിട്ട് രാജസ്ഥാനില് സ്കൂൾ നടത്തുകയാണ്. അപ്പൊ അതിന്റെ നല്ല തിരക്കുണ്ട്. സ്കൂളിൽ വർക്കിനിടയ്ക്ക് എഴുതാനുള്ള സമയം കിട്ടാറില്ല. പിന്നെ എപ്പോഴെങ്കിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കും ഒരു കീവേഡ് കിട്ടുന്നത്. അപ്പൊ അത് ഞാനിപ്പോ തന്നെ ഫോണിൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ സമയം കിട്ടുമ്പോൾ അതിന് ഡെവലപ്പ് ചെയ്ത് കവിതയാക്കുകയാണ് ചെയ്യുന്നത്. 2 വർഷം കൊണ്ട് 300-ലധികം കവിതകളും 10ഓളം ഗാനങ്ങളും ക്രിസ്തീയ ഭക്തിഗാനങ്ങളും മേഴ്സി എഴുതി. നിരവധി മാഗസിനുകളിലും മറ്റു പ്രസിദ്ധീകരണങ്ങളിലും മേഴ്സിയുടെ കവിതകൾ അച്ചടിച്ചു വന്നു. നിറങ്ങളുടെ ആകാശം എന്ന കവിതാ സമാഹാരം പുസ്തകമായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. റോസ് എന്ന തൂലികാനാമത്തിലാണ് മേഴ്സി കവിതകൾ പ്രസിദ്ധീകരിക്കുന്നത്. ദിവസവും കൺമുമ്പിൽ കാണുന്ന കാഴ്ചകളും ജീവിതാനുഭവങ്ങളുമാണ് മേഴ്സിക്ക് കവിതകൾ എഴുതുവാൻ പ്രേരകമാകുന്നത്. പ്രകൃതിയും ബാല്യവും വ്യക്തിബന്ധങ്ങളും സ്വപ്നങ്ങളും ഒക്കെയാണ് മിക്ക കവിതകളുടെയും വിഷയം. 2 വർഷത്തിനിടെ ഗമനം സാഹിത്യവേദി കാവ്യപ്രതിഭാ പുരസ്കാരം, SK പൊറ്റക്കാട് സ്മാരകസമിതി കവിതാ പുരസ്കാരം, കുമാരനാശാൻ ജന്മശതാബ്ദി കാവ്യ പുരസ്കാരം, ഈ വർഷത്തെ SK പൊറ്റക്കാട് കവിതാ പുരസ്കാരം, അഷിത സ്മാരക കവിതാ പുരസ്കാരം എന്നിവ മേഴ്സിയെ തേടിയെത്തി. ഇപ്പോൾ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ആൽബം പുറത്തിറക്കിയിരിക്കുകയാണ് മേഴ്സി. പാവനതീർത്ഥം എന്ന പേരിൽ 5 ഗാനങ്ങൾ ഉൾപ്പെടുന്ന ആൽബം പച്ചടി സെന്റ് ജോസഫ് പള്ളിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ വികാരി ഫാദർ ജോസഫ് ആയിരക്കുന്നേൽ, ഓർഗൻ ഡോണേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ബെന്നി കുന്നേലിന് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു. വിനോദ് നീലാംബരി സംഗീത സംവിധാനവും ആലാപനവും നിർവഹിച്ച ഗാനങ്ങളാണ് ആൽബത്തിലുള്ളത്. കർഷകനായ മാത്യു ആണ് മേഴ്സിയുടെ ഭർത്താവ്. അലൻ, ആൽബിൻ, ആൽജിൻ എന്നിവരാണ് മക്കൾ. ജീവിതത്തിന്റെയും സ്കൂൾ നടത്തിപ്പിന്റെയും തിരക്കുകൾക്കിടയിലും കവിതകളെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ സമയം കണ്ടെത്തുകയാണ് റോസ് എന്ന മേഴ്സി തോമസ്. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.